ധ്യാനപീഠചിന്തകൾ. ധ്യാനപീഠചിന്തകൾ, എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ മാസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഞായറാഴ്ച ദിനം കണ്ട് ഉണരുവാൻ സർവശക്തനായ ദൈവം നമ്മേവരെയും സഹായിച്ചതോർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി റോമാലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 19. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. നമുക്ക് വളരെ പരിചയമുള്ള ഒരു അധ്യായമാണല്ലോ റോമാലേഖനം 5-ാം അധ്യായം. ഈ 5-ാം അധ്യായത്തിലൂടെ നാം ഒന്ന് ശ്രദ്ധിച്ചാൽ ഏകൻ എന്ന് പറയുന്ന പദം നിരവധി തവണ ആവർത്തിക്കുന്നത് കാണുവാൻ കഴിയും. രണ്ട് പ്രധാന വ്യക്തികളെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഏകൻ എന്ന പദം അവിടെ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നാമത് ഏകൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നാം മനുഷ്യനായിരിക്കുന്ന ആദത്തെ സൂചിപ്പിക്കുവാനും, രണ്ടാമത് ഏകൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ഒടുവിലത്തെ ആദം എന്ന് വിശേഷിപ്പിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുവാനുമാണ്. 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ രണ്ട് ഏകൻ എന്നുള്ള പദം കാണുവാൻ കഴിയുന്നു. ഒന്ന്, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ എന്ന് വായിക്കുന്നു. രണ്ട്, ഏകന്റെ അനുസരണത്താൽ എന്ന് വായിക്കുന്നു. ഇതേ പദമാണ് പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാം മനുഷ്യനായ ആദത്തെ സൂചിപ്പിക്കാൻ ഏകൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നിടത്ത് എല്ലാം തന്നെ ജനത്തിലേക്ക് വ്യാപരിച്ചിരിക്കുന്ന പാപത്തെയും പാപം മൂലം കടന്നു വന്നിരിക്കുന്ന മറ്റ് പലവിധത്തിലുള്ള വിഷയങ്ങളെയും സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാം മനുഷ്യനായ ആദം നിമിത്തം ഈ ലോകത്തിലേക്ക് പാപം പ്രവേശിക്കുവാൻ ഇടയായി തീർന്നു. ഇവിടെ ലേഖനകർത്താവ് പറയുന്നത് ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു എന്നാണ്. അപ്പോൾ ഏക മനുഷ്യനായ ആദത്തിന്റെ പാപനിമിത്തം അനേകർ പാപികളായിട്ട് തീർന്നപ്പോൾ ഒടുവിലത്തെ ആദമായിരിക്കുന്ന യേശുക്രിസ്തു നിമിത്തം അനേകർ നീതിമാന്മാരായി തീരുകയാണ്. എങ്ങനെയാണ് നീതിമാന്മാരായി തീരുന്നത്? ഏകന്റെ അനുസരണത്താൽ. ഈ അനുസരണം നമുക്ക് കാണുവാൻ കഴിയുന്നത് വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ക്രൂശ് മരണത്തിങ്കലാണ്. ദൈവവചനത്തിൽ വളരെ വ്യക്തമായിരിക്കുന്ന ഒരു വേദഭാഗം ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിലുണ്ട്. അവിടെ ആ അനുസരണത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവിടുന്ന് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്നുള്ളതാണ്. ഒന്നാം മനുഷ്യനായ ആദത്തിന്റെ അനുസരണക്കേട് ലോകത്തിലുള്ള സകല മനുഷ്യരും പാപത്തിൽ വീഴുന്നതിന് കാരണമായിട്ട് തീർന്നെങ്കിൽ ആ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ അനുസരണത്താൽ സകല മനുഷ്യരും നീതിമാന്മാരായിട്ട് തീരുകയാണ്. അവിടുന്ന് അനുസരണമുള്ളവനായി തീർന്നു. മാതാപിതാക്കളോട് അനുസരണമുള്ളവനായിട്ട് തീർന്നു. താൻ ഐക്യപ്പെട്ട പിതാവിനോട് അനുസരണമുള്ളവനായിട്ട് തീർന്നു. പരസ്യ ജീവിതത്തിലെല്ലാം അനുസരണമുള്ള കർത്താവായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പോരാ, ആ അനുസരണത്തിന്റെ പൂർത്തീകരണമാണ് ക്രൂശിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടുന്ന് ക്രൂശിലെ മരണത്തോളം നമുക്ക് വേണ്ടി അനുസരണമുള്ളവനായിട്ട് തീർന്നു എന്ന് പറഞ്ഞാൽ തന്റെ വായിൽ നിന്ന് ഒരു വാക്കുപോലും പരാതിയായി പറയാതെ പിതാവേ അവിടുത്തെ ഹിതം നിറവേറ്റുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വയമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുസരണത്തിന്റെ കൃത്യമായ പ്രതീകമായിട്ട് നമ്മുടെ കർത്താവിന്റെ ക്രൂശ് മരണത്തെങ്കിൽ പോലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒടുവിലത്തെ ആദമായിരിക്കുന്ന യേശുക്രിസ്തു എന്ന ഏകനാൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അവിടുന്ന് ആ മരണത്തെങ്കിൽ പോലും അനുസരണമുള്ളവനായി തീർന്നത് കൊണ്ട് നമുക്ക് ഏവർക്കും നീതിമാന്മാരെന്നുള്ള യോഗ്യതയിലേക്ക് വരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. നാം ഓരോരുത്തരും ഒന്നാം മനുഷ്യനായ ആദത്തിന്റെ അനുസരണക്കേടിനാൽ നീതികെട്ടവരായിട്ട് തീർന്നപ്പോൾ നമ്മെ നീതിമാന്മാരാക്കി തീർക്കുവാൻ ദൈവപുത്രനായ യേശു നമുക്ക് വേണ്ടി അനുസരണമുള്ളവനായിട്ട് തീർന്നു. ഈ നല്ല കർത്താവിനെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കാം. നമ്മെ സ്വർഗത്തിന്റെ അവകാശിയാക്കി തീർക്കുവാൻ, നീതിമാന്മാരുടെ പട്ടികയിലേക്ക് കൊണ്ടുവരുവാൻ ഏക മനുഷ്യനായ ഒടുവിലത്തെ ആദമായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ച സർവ്വ നന്മയെയും ഓർത്ത് അവിടുത്തെ പാദത്തിങ്ങൾ സകല പുകഴ്ചയും അർപ്പിച്ച് ആരാധിക്കാം. അവിടുത്തെ പൊന്നാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ. ഇത്ര സൗഭാഗ്യമീ ജീവിതത്തിൽ ഏഴയാമെനിക്കു നീ ഏകിയതാ. ഇത്ര സൗഭാഗ്യമീ ജീവിതത്തിൽ ഏഴയാമെനിക്കു നീ ഏകിയതാ. വേദനയകന്നിന്നു പാടുന്നു ഞാൻ, വിലക്കെന്നെ വീണ്ടതാം സ്നേഹനാഥ. വേദനയകന്നിന്നു പാടുന്നു ഞാൻ, വിലക്കെന്നെ
വിലക്കെന്നെ വീണ്ടതാം സ്നേഹനാഥ. വീഴുന്നു ഞാൻ നാഥ നന്ദിയോടെ വിശുദ്ധമാം നിൻ തിരുസന്നിധിയിൽ. വല്ലഭനാം നീ വഴി നടത്തി വിശ്വസ്തനായെന്നും കാത്തതിനാ